നമസ്കാരം. പൂനെ ഇന്ദ്രിയാനി നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു. 20-ലധികം ആളുകൾ ഒഴുക്കിൽപ്പെട്ടെന്നാണ് സൂചന. 20 വിനോദസഞ്ചാരികളാണ് ഒഴുക്കിൽപ്പെട്ടത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണസംഖ്യ 274 ഗുജറാത്ത് മന്ത്രി ഋഷികേശ് പട്ടേൽ. നിലമ്പൂരിൽ തീപാറുന്ന പോരാട്ടം. ആവേശമായി പ്രിയങ്ക ഗാന്ധിയും യൂസഫ് പട്ടാനും. ആവേശത്തിൽ 3 മുന്നണികളുടെ പ്രവർത്തകർ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നിർണായക ദൃശ്യങ്ങൾ പകർത്തിയ 17-കാരനെയും പിതാവിനെയും പോലീസ് വിളിപ്പിച്ചു. വിവരങ്ങൾ ശേഖരിച്ചുവെന്ന് റിപ്പോർട്ട്. ഇറാനിലെ ഗ്യാസ് ഫീൽഡും എണ്ണപ്പാടവും ആക്രമിച്ച് ഇസ്രയേൽ. ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു. ബ്രിട്ടന്റെ യുദ്ധവിമാനത്തിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ്. ഇന്ധനം തീരാറായതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. രാജ്യം വിട്ടു എന്ന അഭ്യൂഹങ്ങൾക്കിടെ വീഡിയോയുമായി നെതന്യാഹു. ഇസ്രയേലിനു നേർക്കുണ്ടായ ആക്രമണങ്ങൾക്ക് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും തിരിച്ചടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ്. ഉത്തരാഖണ്ഡിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 7 പേരും മരിച്ചു. തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. വർഗീയതയ്ക്കെതിരായ പോരാട്ടമാണ് നിലമ്പൂരിൽ. ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിന്റെ വിലയിരുത്തൽ ആയിരിക്കുമെന്ന് MP ഗോവിന്ദൻ. ജമ്മു കാശ്മീരിലെ 16 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വീണ്ടും തുറന്നു. സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി. സംസ്ഥാനത്ത് ഒരു മാറ്റം വരണം. അതിനുള്ള ആദ്യ അവസരമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പെന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. അമേരിക്കയെ ആക്രമിച്ചാൽ സൈന്യത്തിന്റെ പൂർണ്ണശക്തി ഇറാൻ അറിയും. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പങ്കില്ലെന്നും ട്രംപ്. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാനും നിർത്താമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ലോകരാജ്യങ്ങളുടെ അഭ്യർത്ഥനകൾ തള്ളി ഇരു രാജ്യങ്ങളും ആക്രമണം കടുപ്പിക്കുകയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ കീവിനുള്ള സൈനിക സഹായം ഇസ്രയേൽ കുറയ്ക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ്. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരണപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. DNA പരിശോധനയിലൂടെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പോസ്റ്റർ ബോയ് ആയെന്ന് AA റഹീം MP. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.